കുറ്റിപ്പുറത്ത് വീട്ടിൽ നിന്ന് MDMAയുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കൊളത്തോളിലെ വീട്ടിൽ നിന്ന് മുളയംപറമ്പിൽ റിയാസ്, അയങ്കലം ഉണ്ണിയമ്പലം ഊരോത്തുപറമ്പിൽ അബ്ദുൾ റഹീം എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ പരിശോധന നടത്തിയതോടെയാണ് വീട്ടുകാരനായ റിയാസും സുഹൃത്തായ അബ്ദുൾ റഹീമും പിടിയിലായത്. ഇവർ ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാറും പിടികൂടി. 2 പേരിൽ നിന്നുമായി 28 ഗ്രാമിലേറെ MDMA പോലീസ് പിടിച്ചെടുത്തു. SHO K മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം SI ശ്രീനിവാസൻ, ഡാൻസാഫ് ASI രാജേഷ്, CPOമാരായ ഉണ്ണിക്കുട്ടൻ, ലിബിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. രാത്രി പോലീസ് എത്തുമ്പോൾ റിയാസിന് ലഹരി കൈമാറി കാറിൽ മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു റഹീം. രഹസ്യവിവരത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി പോലീസ് എത്തിയതോടെ 2 പേരും അകപ്പെടുകയായിരുന്നു. വീട്ടിലെ കിടപ്പുമുറിയിലാണ് റിയാസ് MDMA ഒളിപ്പിച്ചിരുന്നത്. തുടർന്ന് റഹീമിനെ പരിശോധിച്ചതോടെ അയാളുടെ പാന്റിന്റെ പോക്കറ്റിലും ലഹരി കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതായാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. ഉപയോഗിക്കുന്നതിനൊപ്പം വിൽപ്പനയും നടത്തിയിരുന്നതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. റിയാസിന്റെ ഉറ്റ സുഹൃത്തായാണ് റഹീം വീട്ടിലെത്താറുള്ളത്. ഇവർ തമ്മിലുള്ള ലഹരി ഇടപാട് വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിക്കുന്നതായി. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. ലഹരി ഇടപാടിന് മാത്രമായി പ്രത്യേക ഫോൺ സംഘം ഉപയോഗിച്ചിരുന്നു. ഇതും പോലീസ് കണ്ടെടുത്തു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുറ്റിപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രധാന ലഹരി ഇടപാടുകളെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. നേരത്തെ ഇൻഡസ്ട്രിയൽ ജോലിക്കാരനായിരുന്ന റഹീം കൂടുതൽ പണം സമ്പാദിക്കാനായി ലഹരി ഇടപാടുകളിലേക്ക് തിരിയുകയായിരുന്നത്രേ. വാണിജ്യ ആവശ്യത്തിനായി ലഹരി സൂക്ഷിക്കുന്നതിനെതിരെയുള്ള NDPS ആക്ടിലെ 22C ലഹരിമരുന്ന് കടത്തിനോ വിൽപ്പനയ്ക്കോ വേണ്ടി പദ്ധതിയിടുക, കൂട്ടുനിൽക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് ചുമത്തുന്ന NDPS ആക്ടിലെ 29 വകുപ്പ് പ്രകാരവുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കുറഞ്ഞത് 10 വർഷമെങ്കിലും കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ശിക്ഷയായി ലഭിക്കാവുന്ന വകുപ്പുകളാണിത്. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം തങ്ങൾപടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമായി വിദ്യാർത്ഥികൾ തരപ്പെടുത്തിയ വാടക വീടായിരുന്നു പോലീസ് കണ്ടെത്തിയത്. പരീക്ഷയ്ക്ക് പഠിക്കാനെന്ന വ്യാജേന വാടക വീട് സ്വന്തമാക്കിയായിരുന്നു വിദ്യാർത്ഥികൾ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. എഡിറ്റർ ലൈവ്, കുറ്റിപ്പുറം. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.